അവൻ നമ്മൾ അകന്നിരിക്കുന്നത്. പക്ഷെ ഈ ദൈവം നമ്മളിൽ നിന്ന് അകന്നല്ലിരിക്കുന്നത്. നമുക്ക് തോന്നുക ദൈവം എൻ്റെ കൂടെ ഇല്ല. ദൈവം നമ്മൾ അകത്ത് വന്നല്ല, നമ്മളോട് നമ്മൾ രക്ഷിക്കാനുണ്ട്. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അവനില്ല നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. അവനാണ് നമുക്ക് അതിരിട്ടിരിക്കുന്നത്. അവനാണ് നമ്മളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നവർക്ക് ഈ രക്ഷയുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഈ പണ്ടൊക്കെ എത്ര സുന്ദരിമാരായിരിക്കുന്ന പെൺകുട്ടികളായാലും ശരി, ഓലപ്പുരയ്ക്കകത്താണ് ഈ വീട്ടുകാർ കഴിയുന്നല്ലേ, 5 6 പെൺപിള്ളേരൊക്കെ. ഇന്നത്തെ കൂട്ടി വലിയ പ്രശ്നമില്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഒരു കൊള്ളക്കാരനും ഒരു ക്രിമിനലും അവിടെ കയറി അക്രമം കാണിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഈ പെൺകുട്ടികൾ തന്നെത്താൻ താഴ്ത്തിയും അമ്മയപ്പന്മാരെ ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ചിരുന്നു. അവർക്ക് വലിയ ബുദ്ധിയും കഴിവുമില്ലായിരുന്നെങ്കിലും അവർ ദൈവത്തെ അറിയത്തില്ലെങ്കിൽ അവർ എന്തോ ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. അവരെന്താണ് തോന്നിയ പോലെ ജീവിച്ചില്ല. ദൈവം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. ഈ കർത്താവ് തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തത്. എന്നാൽ ഇന്നെന്താണ് ഇതൊക്കെ പറഞ്ഞ ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങോട്ട് ഇന്നെന്താണ് ഒരു സ്ത്രീയെ പുരുഷന് കീഴടക്കണം. ഭർത്താവിന്, പുരുഷൻ എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന പുരുഷൻ, ഭർത്താവിന് കീഴടക്കണം. ആ കീഴടക്കമില്ലാത്ത ഏത് സ്ത്രീകളും തെറ്റിപ്പോകും. കാരണം ദൈവം അവരുടെ ചുറ്റുമതിൽ പൊളിച്ചു കളയും. അപ്പോൾ ഭർത്താവിന് കീഴടങ്ങി അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഈ പത്രം എടുത്ത് നോക്കിയേ, പല സ്ത്രീകളും കൊല്ലപ്പെടുന്നു. പല സ്ത്രീകളും ക്രൂരമായിട്ട് റേപ്പിനിരയാകുന്നു. എന്നിട്ട് അതിൻ്റെ ചരിത്രം പുറമോട്ട് പഠിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് പത്രത്തിലോ മറ്റും നമ്മൾ അന്വേഷിച്ചാൽ പറയാം, ഇവൾ ഭർത്താവിനെ വിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ ജീവിക്കുന്നത്. ഭർത്താവിനെ വിടുന്നതിന് കുഴപ്പമില്ല, സഹിക്കാൻ പറ്റില്ല, പക്ഷെ അവൾ തന്നെത്താൻ പാർക്കണം. ഇവരെല്ലാം ദുർനടപ്പിലൊക്കെ അല്ലെങ്കിൽ മറ്റു വിധമായിരിക്കും തെറ്റായിരിക്കുന്ന വഴികളിലോ വലിയ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് പോവുകയാണ്. അവിടെ എന്താണ്, ദൈവം തൻ്റെ വേലിയെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവിടെ കയറി നിറങ്ങാൻ പറ്റാത്തത്. അവരുടെ ബുദ്ധിമണ്ഡലം തന്നെ തകർന്നു പോയിരിക്കുക. അപ്പം ദൈവ നിയമത്തിന് കീഴടങ്ങുന്ന ഒരു വ്യക്തി ആർക്കും അങ്ങനെ ഒന്നും ഉപദ്രവിക്കാൻ, കാരണം ദൈവം അവർക്ക് ചുറ്റും ഒരു വേലി കെട്ടണം.